ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നാളികേരത്തിൻ്റെ 2-ാം പാലും 1-ാം പാലും പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 അതേ പാത്രം കൊണ്ട് 3 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണേ. ഒരു 3/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ എന്തായാലും മോളുടെ വീട്ടിലും ഉണ്ട്. പപ്പുവിന് ഈ കിണ്ണത്തപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി ഒരു 4 എണ്ണം കൊണ്ടുപോവുകയും ചെയ്യാം. ഞങ്ങൾക്ക് 2 ആൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടും. ഇനി നമുക്കിത് അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി പാത്രത്തിൽ കോരി ഒഴിച്ച്, അപ്പോൾ ഇത് കോരി ഒഴിക്കുന്നതിൻ്റെ മുമ്പ് ആ പാത്രത്തിലൊരു വെളിച്ചെണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും തടവി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തത്. എന്നിട്ട് ഇതിലൊഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി. ഞാൻ അത് മാറ്റിയിട്ട് ഒരെണ്ണം വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചുട്ടെടുത്താണിത്. വളരെ നൈസാണ്, വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പമാണിത്. അപ്പോൾ ഇത് ഇനി ഞാൻ അപ്പൂന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 4 എണ്ണം വാഴയിലയിലാക്കി കൊണ്ടുപോകാൻ പോവാണ്. ഇന്ന് ഓട്ടിൻ്റെ ദിവസമല്ലേ, അപ്പോൾ ഓട്ട് ചെയ്യുകയും ചെയ്യാം, അവളുടെ വീട്ടിലും പോവാം, അപ്പൂനെ കാണുകയും ചെയ്യാം. അപ്പം ഇത് അവന് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. വളരെ ടേസ്റ്റായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ചിലരിതിൽ ഇതൊക്കെ ചേർക്കും, കോൺഫ്ലവറൊക്കെ ചേർക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വളരെ വേണ്ട, നല്ല നേർത്തപ്പം, കിണ്ണത്തപ്പം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു, ബൈ. അപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ നോക്കാം.